ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ വീടിൻ്റെയൊക്കെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 ഫേസ് മീറ്റർ ബോക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ 3 ഫേസ് മീറ്റർ ബോക്സിൽ മെയിനായിട്ട് വരുന്ന എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ 3 ഫേസ് മീറ്റർ ബോക്സ് ഏകദേശം ഇത്രയും വലുപ്പം വരും. ആ മീറ്റർ ബോക്സ് വയ്ക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നോക്കുന്നുണ്ട് അതിൽ നിന്ന് എർത്ത് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് നേരെ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ എർത്ത് ചെയ്തിട്ട് 2 ബിറ്റ് കൊടുത്തിരിക്കുന്നു. 3 ഫേസ് ആയതുകൊണ്ട് 2 എർത്ത് ബിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 2 എർത്ത് കൊടുക്കും. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ 1 കൊടുക്കുന്നത്. 3 ഫേസ് ആകുമ്പോൾ 2 എണ്ണം കൊടുക്കും. ഇവിടെ നമ്മൾ നോക്കുന്ന മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ മീറ്റർ വരുന്നത്. അതായത് KSEBിൽ നിന്ന് തരുന്ന കണക്ഷൻ വരുന്ന മീറ്റർ വരുന്നത് അവിടെയാണ് വരുന്നത്. ഇതിലൂടെയാണ് നമ്മൾ KSEBിൽ നിന്ന് വരുന്ന സർവീസ് വയർ ഇതിലൂടെ ഇട്ട് കൊടുക്കണം. ആ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വരുന്നതാണ് നേരെ ഈ പറയുന്ന മീറ്ററിലേക്കാണ് നേരിട്ട് വരുന്നത്. ആ മീറ്ററിൽ നിന്നും 3 ഫേസ് മീറ്ററാണ്. അതിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ 3 ഫേസ് വരുന്ന 3 ഫേസ് ആയതിന് 3 ഫേസ് ഒരു ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ 3 ഫ്യൂസ് യൂണിറ്റും ഒരു ന്യൂട്രൽ ലിങ്കുമാണ് വരുന്നത്. അപ്പോൾ ഈ ന്യൂട്രൽ ലിങ്കിലേക്കുമാണ് വരുന്നത്. എന്നിട്ട് അതിൽ നിന്നുമാണ് നമുക്ക് നേരെ DBയിലേക്ക് നേരെ പോകുന്നത്. ഇനി അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ഐസൊലേറ്റർ കൊടുക്കാം. ഐസൊലേറ്റർ കൊടുക്കണമെങ്കിൽ നേരെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഐസൊലേറ്റർ വേണമെങ്കിൽ ഐസൊലേറ്റർ കൊടുത്തിട്ട് അതിൽ നിന്ന് വരെ നേരെ DBയിലേക്ക് കൊടുക്കണമെങ്കിലും അങ്ങനെയുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ ആംപിയർ നോക്കുക. 32 ആംപ്സ് 415 വോൾട്ടിൻ്റെ 3 ഫ്യൂസ് യൂണിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ന്യൂട്രൽ ലിങ്ക് നമ്മൾ കൊടുക്കുന്നത് 100 ആംപിയർ വരാവുന്ന രീതിയിലുള്ള ഒരു ന്യൂട്രൽ ലിങ്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 3 ഫേസും ഒരു ന്യൂട്രലുമാണ് 3 ഫേസിൽ വരുന്നത്. RYB എന്ന് പറയുന്നത് അല്ല RYB, പിന്നെ ബ്ലാക്ക് ന്യൂട്രൽ. അപ്പോൾ ആ RYB എന്ന് പറയുന്ന 3 ഫേസുമാണ് നേരെ KSEBിലേക്ക് നിന്ന് നമുക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഫ്യൂസ് യൂണിറ്റ് വഴി നേരെ നമ്മളിവിടെ കണ്ട ഇവിടെയാണ് നമ്മുടെ ഐസൊലേറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഐസൊലേറ്റർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീറ്റർ ബോക്സ് 3 ഫേസ് മീറ്റർ ബോക്സ് കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. സ്പേസ് കാര്യങ്ങൾ കൂടുതലാണ്. അതിൽ നിന്ന് നേരെ ഫ്യൂസ് യൂണിറ്റിൽ നിന്ന് ന്യൂട്രൽ ലിങ്കിൽ നിന്ന് ഔട്ട് വരുന്ന നേരെ ഐസൊലേറ്ററിലേക്ക് വന്നു. ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന ഈ വയറുകളാണോ ആ വയറുകളാണ് നേരെ ഈ പറഞ്ഞ പോലെ തന്നെ നേരെ DBയിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഐസൊലേറ്റർ കൊടുത്തിട്ടില്ല. നമുക്ക് ഫിനിഷിങ് ചെയ്യാനുണ്ട്. മീറ്റർ വെച്ചതിന് ശേഷം വെക്കുന്ന സമയത്ത് നമുക്ക് ഐസൊലേറ്റർ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ലെവലിൽ 3 ഫേസിൻ്റെ കണക്ഷൻസ് നേരെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടോ അത് DBയിൽ നിന്നും അതായത് മൊത്തം സർക്യൂട്ട് വീടിൻ്റെ മൊത്തം സർക്യൂട്ട് കാര്യങ്ങളെല്ലാം വലിച്ചത് അതിൽ നിന്നും DBയിൽ നിന്ന് എർത്ത് വന്നുകൊണ്ടിട്ട് ആ എർത്തിൻ്റെ വയറാണ് നമ്മൾ നേരെ കണക്ട് ചെയ്ത് കോപ്പർ വയറിലേക്ക് കണക്ട് ചെയ്ത് കോപ്പറാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കോപ്പർ വയർ കണക്ട് ചെയ്ത് നേരെ 2 ബിറ്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബിറ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതായത് എർത്ത് റോഡ് 2 ഏകദേശം 1 മീറ്ററോളം താഴ്ചയിലേക്ക് അതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളിട്ട് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ സൈഡിലേക്ക് മാറി കുറച്ചുകൂടി സൈഡിലേക്ക് മാറി ഏകദേശം ഒരു 1.5 മീറ്റർ മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ കോപ്പർ. അതിന് നമ്മളൊരു PVC പൈപ്പ് വെച്ച് കൊടുക്കുന്നത് എന്തിനാണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനവ് കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കാര്യങ്ങൾ 3 പിന്നായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങളാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. തേപ്പൊട്ടി, മിക്സി, അതുപോലെ തന്നെ AC അങ്ങനെയുള്ള ഉപകരണങ്ങൾ 3 ഫേസ്, പിന്നെ LED TV അങ്ങനെയുള്ള വരുന്ന TVകളെല്ലാം അങ്ങനെയുള്ള രീതിയിൽ വരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ എർത്ത് ലീക്കേജ് ചിലപ്പോൾ ഉണ്ടാവും. കംപ്ലൈൻ്റ് ആയിട്ട് എർത്ത് ലീക്കേജ് വരുന്ന സമയത്ത് അതായത് ഫേസ് എർത്തിലൂടെ പോകുന്ന അവസ്ഥ. അപ്പോൾ എർത്ത് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നേരെ നമുക്ക് നമ്മുടെ വീടുകളിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊന്ന് പോയി എർത്ത് കാര്യങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ നമ്മുടെ പുറത്ത് കൊടുത്തിരിക്കുന്ന ബിറ്റുകൾ കണ്ടോ ഈ പറയുന്ന എർത്തിലേക്ക് അതായത് ഭൂമിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എർത്തായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ എർത്തിൻ്റെ ഏരിയ കുറച്ച് നനവായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് കൂടി ചെയ്തേക്കാം, ഷെയറും കൂടി ചെയ്തേക്കാം.